എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് IFB സെനോറിയ VXൻ്റെ 6 kg ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ് നോക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പവർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പവർ കൊടുക്കുന്ന സമയത്ത് ഇതിൽ ചുമ്മാ റിലേ അടിച്ചിങ്ങനെ ടക്ക് എന്നും പറഞ്ഞ് അടിച്ചടിച്ച് നിൽക്കുമെന്നല്ലാണ്ട് ഇത് ഓണാകുന്നില്ല എന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിത് പവർ കൊടുത്ത് നോക്കാം ഇതെങ്ങനെയാണ് ഓണായിട്ട്. പവർ റിലേറ്റഡായിട്ട് വന്നുകൊണ്ട് ഞാൻ സീരിയലിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. സീരിയൽ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കുണ്ടോ ഇതിനകത്ത് റിലേ ഇങ്ങനെ അടിക്കുന്നതല്ലാണ്ട് തന്നെ ഇവിടെ തെളിഞ്ഞ് കാണാം. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ഇളക്കിയിട്ട് ഇവിടെ അത്രയും ഈ ഒരു സൈഡ് മൊത്തം കട്ട് ചെയ്യണം. ബാക്ക് സൈഡ് ഇത് വലിച്ചിളക്കേണ്ട കാര്യമില്ല, ബോർഡ് വലിച്ചിളക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു സൈഡിൽ പ്ലാസ്റ്റിക് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് എന്താണ് ഇതിനകത്തുള്ള ഈ ഒരു പവർ സപ്ലൈയിൽ വരുന്ന പ്രശ്നമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബോർഡ് ഇളക്കി ഇതിനകം അടിഭാഗം കട്ട് ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റി നമ്മുടെ പവർ സപ്ലൈ വരുന്ന സൈഡ് പിന്നെ അവിടെ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടുത്തെ വാക്സ് എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്വിച്ചിങ് IC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ചോപ്പറാണ് ചെക്ക് ചെയ്യാനുള്ളത്. ചോപ്പറിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് മൾട്ടിമീറ്റർ നമ്മൾ ബീപ്പ് മോഡിലോട്ട് സെറ്റ് ചെയ്യാം. ബീപ്പ് മോഡിലോട്ട് സെറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മുടെ 320 വോൾട്ട് നേരെ ചോപ്പറിലോട്ട് വന്നിട്ട് അതിൽ നിന്ന് കയറി ഇറങ്ങിയാണ് ഈ മെയിൻ സ്വിച്ചിങ് ICയുടെ ഡ്രെയിനിലോട്ട് പോകുന്നത്. ആ ഒരു കണക്ഷൻ ഓക്കെ ആണെന്ന് നോക്കാം. ഓക്കെ, ആ ഒരു കണക്ഷൻ ഓക്കെയാണ്. ഇനി നമ്മുടെ ഈ സ്വിച്ചിങ് ICയുടെ VCC പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്ലൈ ഉണ്ടാവും. ആ ഒരു സർക്യൂട്ട് ഓക്കെയാണ്. ഇനി സെക്കൻഡറി സൈഡിൽ 5 വോൾട്ടിൻ്റെ ലൈന് അത് ഓക്കെയാണ്. ഇവിടെ ഇത് 12 വോൾട്ടിൻ്റെയാണ്, 12 വോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോപ്പർ വർക്കിംഗ് കണ്ടീഷനാണ്, ഓക്കെയാണ്. അപ്പോൾ ചോപ്പറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനി ഈ ഒരു IC കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമുണ്ടോ നോക്കണം. നമുക്ക് ഔട്ട്പുട്ടിൽ 12 വോൾട്ടും 5 വോൾട്ടും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പവർ കൊടുത്തിട്ട് വോൾട്ടേജ് മോഡിലിട്ടിട്ട് പവർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആ റിലേ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കിവിടെ വോൾട്ടേജ് മോഡിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഞാൻ ആദ്യം 5 വോൾട്ടാണ് ചെക്ക് ചെയ്യുന്നത്. 5 വോൾട്ടിൻ്റെ ഇവിടെ വോൾട്ടേജ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ 1 വോൾട്ട് വന്ന് കയറി ഇറങ്ങി പോകുന്നു. ഇനി 12 വോൾട്ടിൻ്റെ അവിടെ ഇവിടെ അപ്പോൾ ഈ 5 വോൾട്ടിൻ്റെ അവിടെയാണ് കറക്റ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് വരുന്നത്. അപ്പോൾ 5 വോൾട്ടിൻ്റെ ആ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 5 വോൾട്ടിലാണ് കറക്റ്റായിട്ട് ആ ഒരു വോൾട്ടേജ് കൂടുതലായിട്ടും ഡ്രോപ്പായി നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് 1 വോൾട്ട് വരും, പോകും, പിന്നെയും. അപ്പം നമുക്ക് ആദ്യം അവിടുത്തെ ഒരു കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന്. അതിന് വേണ്ടിയിട്ട് ഓംസ് മോഡിലിടുക. ഓംസ് മോഡിലിട്ടിട്ട് ഈ 5 വോൾട്ടിൻ്റെ ഇവിടെ ചെക്ക് ചെയ്യാം. ഫൈവ് വോൾട്ടിൻ്റെ ഇവിടെ എത്ര വോൾട്ടേജ് എത്ര ഓംസ് ഡ്രോപ്പ് ചെയ്യുന്നു നോക്കാം. ഇവിടെ നമുക്ക് 6.1 ഓംസ്, അതായത് 5 വോൾട്ടിൻ്റെ ലൈൻ ഷോർട്ടാണ്. അതിനൊക്കെ തന്നെ 12 വോൾട്ടിൻ്റെ ലൈൻ എന്ന് പറയുന്നത്
ഓക്കെ, അത് റിക്കവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 5 വോൾട്ട് ലൈന് എവിടെയോ ഷോർട്ടിംഗ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ 5 വോൾട്ടിലുള്ള ഷോർട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കില്ലർ ഉപയോഗിച്ചിട്ട് എവിടെയാണെന്ന് ഷോർട്ടിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിക്കാതെ തന്നെ നമുക്ക് അടിച്ച് കളയാം. അങ്ങനെ അടിച്ച് കളയാൻ പറ്റുമോ നോക്കാം. ഇനി മെയിൻ IC ആണോ ഷോർട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ഷോർട്ട് കില്ലർ ഉപയോഗിക്കാം. ഇത് ഗ്രൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം. മെയിൻ ICയുടെ സൈഡൊന്നും ചൂടായിട്ടില്ല. ഇനി അവിടുത്തെ ഓംസ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, അവിടുത്തെ ഓംസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോഴും സെയിം 6.3 ഓംസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഷോർട്ട് മാറിയിട്ടില്ല. ഫ്രണ്ട് പാനലിൻ്റെ എവിടെയും ചൂടായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ 6.5. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഷോർട്ടിങ്ങാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആ നല്ല രീതിയിൽ ഷോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്താലേ ആ ഷോർട്ട് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ച് നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോർഡ് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ബോർഡ് മൊത്തത്തിലായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് വാക്സ് മുഴുവനും ഇതിനകത്തിരിക്കുകയാണ്. വാക്സൊക്കെ ഒന്നും ഇളകി വന്നില്ല. കാരണം തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വാക്സ് എല്ലാം ഇളക്കിയാലേ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ. കാര്യം തിരിച്ച് അതേ കണക്ക് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വാക്സ് എല്ലാം ഇളക്കി മാറ്റിയാലേ നമുക്ക് തിരിച്ച് അതേ കണക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിതിനകത്ത് എന്താണ് ഷോർട്ടിംഗ് ആയിട്ട് ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 5 വോൾട്ട് റെയിലിൽ എന്താണ് ഷോർട്ടിംഗ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഒന്നും കൂടെ കൊടുക്കുകയാണ്. ഞാൻ മെയിൻ IC ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5 വോൾട്ട് യെസ്, മെയിൻ IC ആണ് ചൂടാവുന്നത്. ഈ മെയിൻ IC ചൂടാവുകയാണ്. നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഫ്ലക്സ് വെക്കുകയാണ്. ഓക്കെ, ഞാൻ എന്താണ്ട് ഇവിടെ കുറച്ച് ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലക്സ് മെൽറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഫ്ലക്സ് മെൽറ്റായി. ഫ്ലക്സ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കട്ടയ്ക്ക് വെച്ച ഫ്ലക്സ് ഉണ്ടോ മെൽറ്റായിരിക്കണം. ഈ IC മെയിൻ IC കംപ്ലൈൻ്റ് ആണ്. ഈ മെയിൻ IC ആണ് ഷോർട്ട്. അപ്പോൾ ഈ ബോർഡ് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം മെയിൻ IC പോയി കഴിഞ്ഞാൽ സെയിം മെയിൻ IC കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ സപ്പോർട്ട് ആ മെയിൻ ഇതേ സെയിം ഡിസ്പ്ലേ ഉള്ള മെയിൻ IC വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ.
സോ ഈ ഒരു ബോർഡ് റിപ്പയറബിൾ അല്ല, ശരിയാക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ബോർഡാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.